നമസ്കാരം. കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളന്റെ സ്ഥിതി ഇപ്പോൾ ദയനീയമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മണവാളന്റെ മുടി മുറിച്ചിരിക്കുകയാണ്. ആഘോഷമായി ജയിലിലേക്ക് കയറിപ്പോയ മണവാളന് ഇത് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. തൃശൂർ ജില്ലാ ജയിലിലെ ജയിൽ അധികൃതരാണ് മണവാളന്റെ മുടി മുറിച്ചു മാറ്റിയത്. മുടി മുറിച്ചു മാറ്റിയതോടെ മുഹമ്മദ് ഷഹീൻ ഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായിരിക്കുകയാണ്. ഇതോടെയാണ് തന്റെ മാനസിക നില താളം തെറ്റിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ മാനസിക നില താളം തെറ്റിയതിനെ തുടർന്ന് മണവാളനെ തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ജയിൽ അധികൃതരുടെ നടപടി. സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 10 മാസം ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ റിക്കോർഡ് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 19-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷാ ശ്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത്. കേസിൽ റിമാൻഡിലായ പ്രതി വിയൂർ സെൻട്രൽ ജയിലിലെത്തിയപ്പോൾ സുഹൃത്തുക്കളെ കണ്ട് റീൽസ് ചിത്രീകരിപ്പിച്ചിരുന്നു. ശക്തമായി തിരിച്ചു വരുമെന്ന് റീൽസിൽ മണവാളൻ തന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലും കൂസലില്ലാതെ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷാ ജയിലിലേക്ക് പോയത്. കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നൊക്കെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹാസത്തോടെ ഇയാൾ പറഞ്ഞത്. ജില്ലാ ജയിലിൽ പ്രവേശിക്കും മുൻപ് റീൽസ് എടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചിരുന്നു. എന്നാൽ മണവാളന്റെ ഈ ആഘോഷം അയാൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നത്. വിയൂർ ജയിൽ കവാടത്തിൽ യൂട്യൂബർ മണവാളന്റെ റീൽസ് ചിത്രീകരിച്ചയാളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ പോലീസും റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വിയൂർ ജില്ലാ ജയിലിന്റെ കവാടത്തിലൂടെ അകത്ത് കയറും മുൻപ് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി റീൽസ് ഷൂട്ട് ഇതേ കേസിലെ 1-ാം പ്രതി സഞ്ജയ് ആയിരുന്നു ചെയ്തത്. സഞ്ജയ് ഈ കേസിലെ 1-ാം പ്രതിയാണ്. നേരത്തെ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു ഇദ്ദേഹം. സഞ്ജയുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന് മുന്നിൽ ആള് ചമയാൻ റീൽസ് ഷൂട്ട് ചെയ്തത് പോലീസ് വിലക്കുകയായിരുന്നു. പക്ഷേ ഷൂട്ട് തുടരുകയായിരുന്നു. തൃശൂർ കേരളവർമ്മ കോളേജിന്റെ പരിസരത്ത് യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും പരസ്യമായി മദ്യപിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ പിന്തുടർന്ന് വാഹനമിടിപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്.